ഹായ് ഫ്രണ്ട്സ്, സദ്യയുടെ കൂടെയും സാധാരണ ഉച്ചയൂണിൻ്റെ കൂടെയൊക്കെ വിളമ്പാൻ പറ്റുന്ന ഒരു അടിപൊളി പുളിശ്ശേരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുമ്പളങ്ങയാണ്. കുമ്പളങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം ഒരു 5 പച്ചമുളക് 2ആയി സ്ലിറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് കുക്കറിലാക്കി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വേവാനായിട്ട് ആവശ്യമായിട്ടുള്ള 2 കപ്പ് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 4 വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമ്മുടെ പുളിശ്ശേരിയുടെ അരപ്പിന് വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങ ചിരണ്ടിയതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ തന്നെ ജീരകം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 ചെറിയ അല്ലി വെളുത്തുള്ളിയാണ് പിന്നെ ചേർക്കുന്നത്. വലുതാണെങ്കിൽ 2 അല്ലി മതിയാവും. 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നമുക്കിത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് നല്ല മഷി പോലെ നമുക്കിവിടെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് അരപ്പ്. ഈ ഒരു ടൈമിൽ ഞാനിവിടെ വെന്ത് വന്ന കുമ്പളങ്ങയ്ക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അതിനോടൊപ്പം ഒരു 1/2 കപ്പ് വെള്ളം ആ ജാറ് കഴുകി തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഒന്ന് ചൂടാക്കാം. ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇവിടെ അധികമായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരപ്പൊക്കെ ചൂടായിട്ട് വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 1 കപ്പ് തൈര്, നല്ല പുളിയുള്ള തൈര് വേണം ചേർത്ത് കൊടുക്കാൻ. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ പുളിശ്ശേരി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കാനുള്ള കാര്യങ്ങൾ റെഡിയാക്കിയെടുക്കാം. താളിപ്പിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് ചെറിയ ഉള്ളി ചേർത്ത് അതൊന്ന് മൂത്ത് വരുമ്പോൾ വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്ത് കറിവേപ്പിലയും ചേർത്ത് നമുക്ക് 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുളിശ്ശേരി ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓണസദ്യയുടെ കൂടെയൊക്കെ നമുക്ക് ധൈര്യമായിട്ട് തന്നെ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്